celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമ പൊളിറ്റിക്കൽ ഫോറത്തിലെ ചർച്ചയിൽ IUC വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. സയൻസ് ഗ്രൂപ്പ് എടുത്തവർ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആകുകയും ഹ്യൂമാനിറ്റീസും ആർട്സ് ഗ്രൂപ്പും എടുത്തവർ കളക്ടർ ആവുകയും ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ മുദ്രാവാക്യം മുഴക്കി നടന്നവർ മന്ത്രിയാകുന്നു എന്നൊരു തമാശ കേരളത്തിലുണ്ട്. കാര്യമായ പഠിത്തമില്ലാത്തവർ പഠിപ്പുള്ളവരെക്കാൾ കേമട്ട സ്ഥാനത്തെത്തുന്ന വിരോധാഭാസം. ഇതിൽ മാറ്റം വരണം. പ്രൊഫഷണൽസും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. അവരുടെ അനുഭവ സമ്പത്ത് നാടിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ അതൊരു അവസരമാകും. ഒരു രാഷ്ട്രീയ നേതാവ് എത്ര തവണ MPയോ MLAയോ ആകാം എന്നതിന് പരിധി നിശ്ചയിക്കാവുന്നതാണ്. 3ഓ 4ഓ തവണയായി അത് ചുരുക്കാം. കാലാവധി കഴിയുമ്പോൾ അയാൾക്ക് സ്വന്തം പ്രൊഫഷനിൽ പ്രാക്ടീസ് തുടരാം. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ നിർദ്ദേശം എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികൾ കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും നാടിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ 20% ഈ വിഭാഗത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെയും കോവിഡ് മഹാമാരിയുടെ സമയത്ത് NRIകളോട് സർക്കാർ കൈക്കൊണ്ട സമീപനം വളരെ മോശമായിരുന്നു. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് മുൻപിൽ വാതിലുകൾ മലർക്കെ തുറന്നപ്പോൾ നമ്മുടെ നാട് അത് കൊട്ടിയടച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നാണ് കേരള സർക്കാർ പറഞ്ഞത്. ഈ രീതിയിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകണം. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം വരുത്തി സാമ്പത്തിക ഉന്നമനം നേടുന്നതിന് പകരം അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അഴിച്ചുപണി നടത്തുകയാണ് വേണ്ടത്. ആഗോളതലത്തിലെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പുതുതലമുറയ്ക്ക് സാധിക്കുന്നില്ല. ഇത് പരിഹരിക്കപ്പെടണം. ക്യാമ്പസുകളിൽ രാഷ്ട്രീയവും മയക്കുമരുന്നുകളും കടന്നുകൂടിയത് വലിയ അപകടത്തിലേക്ക് നീങ്ങും. MLAമാരായ മോൻസ് ജോസഫും മാത്യു കുഴൽനാടനും ഇതൊരു നിവേദനമായി കണ്ട് സർക്കാരിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊണ്ടുവരണമെന്നും ജോർജ് എബ്രഹാം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.